ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പഠിക്കാൻ പോകുന്നത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഇസ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് reflected energy or amount of energy reflected from an object divided by amount of energy incident on that object. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്, ഒരു റിമോട്ട് സെൻസിങ്ങിൽ നമുക്കൊരു ഏരിയയുടെ സാറ്റലൈറ്റ് ഇമേജ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ്റെ എമൗണ്ടിൽ എത്ര എമൗണ്ട് റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്, അതിനാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. സോളാർ റേഡിയേഷൻ 100% ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒന്നിക്കെങ്കിൽ അത് അബ്സോർബ്ഡ് ആവും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ആവും, ആ ഒബ്ജക്റ്റിലൂടെ ട്രാൻസ്മിറ്റഡ് ആവും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കും, ഇല്ലേ? അപ്പോൾ വരുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ 100% ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അതിനാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയാം. സോളാർ റേഡിയേഷൻ വന്ന് ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്യുന്നു, 100% സോളാർ റേഡിയേഷൻ വന്ന് ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്യുന്നു. അതിൽ ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചർ അനുസരിച്ച് അത് ആ ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യും ആ റേഡിയേഷൻ, അല്ലെങ്കിൽ ആ റേഡിയേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ വരുന്ന 100%-ൽ എത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്? 40% ആണോ, 30% ആണോ, 20% ആണോ, എത്രയാണ് റിഫ്ലക്റ്റഡ് ആവുന്നത്? അതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്, ആ റേഷ്യോ ആണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിനാണ് ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻകമിങ് സോളാർ റേഡിയേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഗ്രീൻ വേവ്സ് ഉണ്ടാവും, ബ്ലൂ വേവ്സ് ഉണ്ടാവും, റെഡ് വേവ്സ് ഉണ്ടാവും, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടാവും, പിന്നെ മൈക്രോവേവ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ വരുന്ന റേഡിയേഷനിൽ ഇൻഫ്രാറെഡ് റേഡിയേഷന് എത്ര ഈ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് റേഞ്ച്. അതേപോലെ വരുന്ന റേഡിയേഷനിൽ ഗ്രീൻ കളർ വേവിന് എത്ര ഈ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ ഗ്രീൻ കളർ റേഞ്ച്. അങ്ങനെ അതായത് എല്ലാ വേവ് ലെങ്ത്തിൻ്റെയും ഒരു ഒബ്ജക്റ്റ് ഒരേ എമൗണ്ടിലല്ല റിഫ്ലക്റ്റ് ചെയ്യിക്കുക, അല്ലേ? അപ്പോൾ ഓരോ വേവ് ലെങ്ത്തിനും എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ ദി പർട്ടിക്കുലർ വേവ് ലെങ്ത്. അപ്പോൾ അത് ഓരോ വേവ് ലെങ്ത്തിനാണ് നമ്മൾ പറയുക, ഇന്നേ വേവ് ലെങ്ത്തിന് ഈ ഒബ്ജക്റ്റ് ഇത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അതിനാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും സ്പെസിഫിക് ആയിരിക്കും. വാട്ടർ ബോഡീൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ ആയിരിക്കില്ല ഒരു വെജിറ്റേഷൻ ഏരിയയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്. അതേപോലെ വെജിറ്റേഷൻ്റെത് പോലെ ആയിരിക്കില്ല ഒരു സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടർ ബോഡിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ സോളാർ റേഡിയേഷനിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ നമ്മളെ വാട്ടർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അബ്സോർബ് ചെയ്യും, ഒറ്റ എമൗണ്ട് പോലും അത് റിഫ്ലക്റ്റ് ചെയ്യിക്കില്ല. അപ്പോൾ ഇവിടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വാട്ടർ ബോഡി ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ എന്താ വരിക? 0 അല്ലേ വരിക. കാരണം വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് ഉള്ള എല്ലാ റേഡിയേഷനെയും ഈ വാട്ടർ ബോഡി അങ്ങ് അബ്സോർബ് ചെയ്ത കളയാണ്, അവിടെ റിഫ്ലക്ഷൻ ഇല്ല, റിഫ്ലക്ഷൻ 0 ആണ്. റിഫ്ലക്ഷൻ 0 ആകുമ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് 0 ആണ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ നമ്മൾ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ 0 കിട്ടുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാട്ടർ ബോഡീനെയാണ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഒരു ഇമേജിൽ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. നമുക്കൊരു സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്, ആ സാറ്റലൈറ്റ് ഇമേജ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ തുറന്നു, ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ തുറന്നു, എന്നിട്ട് നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്. നമ്മളൊരു ഇമേജ് പിക്സൽസ് ആയിട്ടല്ലേ ഉണ്ടാവുക, ആ ഓരോ പിക്സലിലും എത്ര ഇൻഫ്രാറെഡ് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ആയി ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യാണ്. ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുകയാണ് ഇന്നേ പിക്സൽസിലൊക്കെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ റിഫ്ലക്റ്റൻസ് 0 ആണ്. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷന് 0 റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏത് ഒബ്ജക്റ്റാണ്? വാട്ടർ ബോഡി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സാറ്റലൈറ്റ് ഇമേജിൽ 0 സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കിട്ടിയ പിക്സൽസ് ഒക്കെ എന്തായിരിക്കും? വാട്ടർ ബോഡി ആയിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ യൂസ് ചെയ്യാം. ഒരു വെജിറ്റേഷൻ കവറുള്ള ഏരിയ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ അല്ല
റെസ്പോണ്ട് ചെയ്യുന്ന ഇൻകമ്മിങ് സോളർ റേഡിയേഷനോട് അത് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ അല്ല ഒരു വാട്ടർ ബോഡി റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ അല്ല ഒരു സോയിൽ റെസ്പോണ്ട് ചെയ്യുക. ഓരോ ഒബ്ജക്റ്റും യുണീക്കായിട്ടാണ് ഒരു ഇൻകമ്മിങ് സോളർ റേഡിയേഷനോട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു റെസ്പോൺസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റും യുണീക്കായിട്ടാണ് ഈ വരുന്ന റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എല്ലാം സെയിം എമൗണ്ടിലല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓരോ ഒബ്ജക്റ്റിനും ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റിനെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നും കൂടെ പറയും. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം ഇടാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഒബ്ജക്റ്റ് സ്പെസിഫിക് ആണ്. ഓരോ ഒബ്ജക്റ്റും എത്ര എമൗണ്ട് റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയും, സിൻസ് ഇറ്റ് ഈസ് യുണീക്ക് ടു ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഈസ് ഓൾസോ നോൺ ആസ് സ്പെക്ട്രൽ സിഗ്നേച്ചർ ബിക്കോസ് ഇറ്റ് ഈസ് യുണീക്ക് ടു ആൻ ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ആ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്താൽ നമുക്ക് ആ ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊപ്പം നോക്കിയിട്ട് നമ്മളെ സിഗ്നേച്ചർ നോക്കിയിട്ട് നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റില്ലേ, നമുക്ക് ഇത് ഇന്നയാളുടെ സിഗ്നേച്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അതേപോലെ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഗ്രീൻ കളറിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രീൻ കളറിനെ വെജിറ്റേഷൻ ഓർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്യും. ഒരു 50-60% റിഫ്ലക്ഷൻ, 50 വരുന്ന ഇൻകമിങ് റേഡിയേഷൻ്റെ 50-60% ഗ്രീൻ കളറിനെ ഒരു പ്ലാന്റിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ സോയിലിനോ ഗ്രീൻ കളറിന് അത്രയൊന്നും റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല അല്ലേ. ഒരു 10%, 20% അത്രയൊക്കെ ഗ്രീൻ കളറിന് സോയിലിന് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വെജിറ്റേഷനുള്ള ഒരു ഏരിയയും ഒരു സോയിൽ മാത്രമുള്ളൊരു ഏരിയ എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ഗ്രീൻ കളറിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് വെജിറ്റേഷൻ ഒരു 50% ആയിരിക്കും, സോയിലിനൊരു 20% ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളെടുത്ത ഇമേജ് വെജിറ്റേഷൻ്റെ ആണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്താൽ മതി. ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് സ്റ്റഡി ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കർവാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്. ഇറ്റ് ഈസ് എ കർവ് ഡ്രോൺ ബൈ ടേക്കിംഗ് വേവ് ലെങ്ത് ഓൺ എക്സ് ആക്സിസ് ആൻഡ് റിഫ്ലക്റ്റൻസ് ഓൺ വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണും, നമുക്ക് മൂന്ന് കർവ് ഉണ്ട്. അതിൽ ഒരു കർവ് കാണിക്കുന്നത് വാട്ടർ ബോഡീനെയാണ്, ഒരു കർവ് വെജിറ്റേഷനാണ് കാണിക്കുന്നത്, ഒരു കർവ് ഡ്രൈ സോയിലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വാട്ടർ ബോഡിയുടെ കർവ് കണ്ടോ നിങ്ങൾ, 0.4 മുതൽ 0.8 വരെ വാട്ടർ ബോഡിയുടെ കർവ് ഉള്ളൂ ഇല്ലേ. അതായത് 0.8 മുതൽ അങ്ങോട്ടേക്ക് വാട്ടർ ബോഡിക്ക് റിഫ്ലക്റ്റൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? 0.8 മുതൽ അങ്ങോട്ടേക്ക് വേവ് ലെങ്ത് ഉള്ള വേവ് ഏതാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഇൻഫ്രാറെഡ് റേഡിയേഷനെ വാട്ടർ ബോഡി റിഫ്ലക്റ്റ് ചെയ്യിക്കുമോ? ഇല്ല, മുഴുവനായിട്ട് അബ്സോർബ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 0.8 മുതൽ അങ്ങോട്ടേക്ക് ഇൻഫ്രാറെഡ് റീജിയണിൽ വാട്ടർ ബോഡിക്ക് റിഫ്ലക്റ്റൻസ് 0 ആണ്. അതുകൊണ്ട് വാട്ടർ ബോഡിയുടെ റിഫ്ലക്റ്റൻസ് 0.4 മുതൽ 0.8 വരെയുള്ളൂ. ദെൻ ഇത് വെജിറ്റേഷൻ്റെ റിഫ്ലക്ഷൻ കർവാണ്. വെജിറ്റേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ 0.4 to 0.6 ഒരു പീക്ക് കാണുന്നില്ലേ, അത് ഓൾമോസ്റ്റ് 0.5 പീക്കാണ് അവിടെ കാണുന്നത്. ഇതാ വെജിറ്റേഷൻ്റെ ഇവിടെ എടുക്കുകയാണെങ്കിൽ 0.4 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു 0.5 ദെൻ 0.6 അത് ഡിക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ഈ 0.4 എന്ന് പറഞ്ഞാൽ ബ്ലൂ വേവ് ലെങ്ത് ആണ്, 0.5 എന്ന് പറഞ്ഞാൽ ഗ്രീൻ വേവ് ലെങ്ത് ആണ്, 0.6 എന്ന് പറഞ്ഞാൽ റെഡ് വേവ് ലെങ്ത് ആണ്. ഞാൻ പറയുന്നത് വേവ് ലെങ്ത് മൈക്രോമീറ്ററിലാണ് കേട്ടോ. 0.4 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള വേവ് ബ്ലൂ കളറാണ്, 0.5 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള വേവ് ഗ്രീൻ കളറാണ്, 0.6 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള കർവ് റെഡ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഈ വെജിറ്റേഷൻ്റെ ആ ഒരു റീജിയനിലുള്ള പാറ്റേൺ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഗ്രീൻ കളറിലാണ്, 0.5 മൈക്രോമീറ്ററാണ് കൂടുതൽ റിഫ്ലക്റ്റൻസ് വരുന്നത്. അപ്പോൾ ഗ്രീൻ കളറിനാണ് വെജിറ്റേഷൻ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റേഷൻ ഗ്രീൻ കളറിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയേ, വെജിറ്റേഷൻ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റൻസ് ഉള്ളത് എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയനിലല്ലേ, ഇതാ ഇവിടെയല്ലേ വെജിറ്റേഷൻ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റൻസ് ഉള്ളത്. അപ്പോൾ പക്ഷേ വെജിറ്റേഷൻ
ഗ്രീൻ കളറിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇൻഫ്രാറെഡ് റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 40-50% റിഫ്ലക്ഷൻ ഉണ്ട് അല്ലേ ഇൻഫ്രാറെഡ് റേഡിയേഷനിൽ. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിസിബിൾ ലൈറ്റ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വിസിബിൾ ലൈറ്റിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗ്രീനാണ് വെജിറ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജിറ്റേഷനെ ഗ്രീനിൽ കാണുന്നു. ഇൻഫ്രാറെഡ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാറെഡും കൂടെ നമുക്ക് കാണാൻ കഴിയായിരുന്നെങ്കിൽ, ഇൻഫ്രാറെഡ് ഒരു കളറായിരുന്നെങ്കിൽ നമ്മൾ വെജിറ്റേഷൻ ആ ഇൻഫ്രാറെഡിൻ്റെ കളറിലായിരുന്നു കാണുക. കാരണം ഇൻഫ്രാറെഡ് റീജിയനിലാണ് വെജിറ്റേഷൻ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. ഇനി സോയിലിൻ്റെ പാറ്റേൺ കണ്ടോ നിങ്ങൾ, ഒരു യൂണിഫോം പാറ്റേൺ ആണ് സോയിലിൻ്റെ പാറ്റേൺ. നൗ ഈ കർവിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു 1.4 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു വേവിനെ വെജിറ്റേഷൻ എത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യിക്കും? ഓൾമോസ്റ്റ് ഒരു 20% റിഫ്ലക്റ്റ് ചെയ്യിക്കും. അങ്ങനെ ഒരു 1.7 വേവ് ലെങ്ത് ഉള്ള ഒരു വേവിനെ എത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യിക്കും? ഒരു 30% റിഫ്ലക്റ്റ് ചെയ്യിക്കും. അങ്ങനെ ഓരോ വേവ് ലെങ്ത്തിനും എത്ര പെർസെൻറ്റേജ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യിക്കും, അതിനെയാണ് നമ്മളതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ കണ്ടോ, വാട്ടർ ബോഡിയും വെജിറ്റേഷനും സോയിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ വേവ് ലെങ്ത്തിനെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ കർവിൻ്റെ പാറ്റേൺ കണ്ടെത്തുന്നത് നമുക്ക് മനസ്സിലാവും, ഇത് ഏത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് മനസ്സിലാവും. വാട്ടർ ബോഡിയാണോ, വെജിറ്റേഷൻ ആണോ, ബെയർ സോയിലാണോ, അങ്ങനെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഈ കർവിൻ്റെ യൂസ്, ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ ഒബ്ജക്റ്റിൻ്റെ ആയിട്ട് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പഠിക്കാനുണ്ട്. എക്സാമിന് നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വെജിറ്റേഷൻ ഓർ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വാട്ടർ ഓർ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ, ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെതായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മളിതാണ് വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഇല്ലേ. അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ, വിസിബിൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിൽ എക്സ് ആക്സിൽ വേവ് ലെങ്ത് ആണ്, വൈ ആക്സിൽ റിഫ്ലക്റ്റൻസ് പെർസെൻറ്റേജ് ആണ്, എത്ര പെർസെൻറ്റേജ് വരുന്ന റേഡിയേഷനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, വിസിബിൾ എന്ന് മാർക്ക് ചെയ്ത റീജിയൻ കാണുന്നില്ലേ, വിസിബിളിൽ ഈ വെജിറ്റേഷൻ 0.4 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള വേവിനൊക്കെ ഒരു 5% ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുള്ളൂ. ദെൻ ആ 0.4 നിന്ന് 0.5 എത്തുമ്പോഴത്തേക്ക് ഒരു പീക്ക് വരുന്നുണ്ട് അല്ലേ, ഒരു കുഞ്ഞി പീക്ക്, ഒരു 10% റിഫ്ലക്ഷൻ എത്തി. വീണ്ടും അത് 0.6 എത്തുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു. ഈ 0.4 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ബ്ലൂ വേവ്സ് ആണ്, 0.5 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ വേവ്സ് ആണ്, 0.6-7 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, റെഡ് വേവ്സ് ആണ്. അപ്പോൾ ഗ്രീനിനാണ് ഒരു 10% എങ്കിലും നമ്മുടെ ഈ വെജിറ്റേഷൻ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിൽ ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ ക്ലോറോഫിൽ റെഡ് വേവ്സിനെയും ബ്ലൂ വേവ്സിനെയും നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നൊരു പിഗ്മെൻ്റ് ആണ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് നമ്മളെ പ്ലാന്റ്സിൻ്റെ ലീഫിൽ പ്രസൻ്റ് ആയിട്ടുള്ളൊരു പിഗ്മെൻ്റ് ആണ്. ആ പിഗ്മെൻറ്റ് റെഡ് റേഡിയേഷനെയും ബ്ലൂ റേഡിയേഷനെയും നന്നായിട്ട് അബ്സോർബ് ചെയ്യും, പക്ഷേ ഗ്രീനിന് അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ കാരണമാണ് റെഡിനെയും ബ്ലൂവിനെ അത് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിഫ്ലക്റ്റൻസ് കുറവാണ്, ഗ്രീനിന് അത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ആ ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ആണ് ഈ ഗ്രീൻ വേവ് ലെങ്ത്ത് കൂടുതൽ റിഫ്ലക്റ്റഡ് ആവാനും ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും റിഫ്ലക്ഷൻ കുറയാനും കാരണം. ഓക്കെ, അപ്പോൾ ഗ്രീൻ വേവ് ലെങ്ത്തിനെ വെജിറ്റേഷൻ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പയർഡ് ടു റെഡ് ആൻഡ് ബ്ലൂ, ഗ്രീനിനെ വെജിറ്റേഷൻ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് കാണുന്നു, ഈ ഇലകൾ, വെജിറ്റേഷൻ്റെ ഇലകൾ നമ്മൾ ഗ്രീൻ കളറിൽ കാണുന്നു. ആൻഡ് ഇഫ് ഇൻ കേസ് ഒരു ലീഫിൽ ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ ആ ലീഫ് എന്തായെടുക്കണം, റെഡായിട്ടോ യെല്ലോ ആയിട്ടോ കാണും. നമ്മൾ മഞ്ഞ ഇലകളൊക്കെ കാണുന്നില്ലേ, ആ ഇലകൾ അങ്ങനെ കാണാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കുറയുന്നതാണ്. അപ്പോൾ ക്ലോറോഫിൽ പ്രസൻ്റ് ആണെങ്കിൽ, ഒരു ലീഫിൽ ക്ലോറോഫിൽ പ്രസൻ്റ് ആണെങ്കിൽ ആ ക്ലോറോഫിൽ എന്ത് ചെയ്യും, വരുന്ന സോളാർ റേഡിയേഷനിലുള്ള ബ്ലൂവിനെ റെഡിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ഒരു 5% റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ഗ്രീനിന് എന്ത് ചെയ്യും, ഈ ക്ലോറോഫിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കും. ഇപ്പോൾ ഗ്രീനിന് ഒരു 10% റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗ്രീനിനെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതുകൊണ്ട് നമ്മൾ ലീഫിനെ ഗ്രീൻ കളറിൽ കാണുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഒരു വെജിറ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വിസിബിൾ സ്പെക്ട്രത്തിലല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ ഈ ഏരിയ. ഞാനിവിടെ ബോട്ടത്തിൽ വേവ് ലെങ്ത്തിൻ്റെ അവിടെ നിയർ ഇൻഫ്രാറെഡ്, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇൻഫ്രാറെഡിൻ്റെ അവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വിസിബിൾ സ്പെക്ട്രത്തിനേക്കാട്ട് കൂടുതൽ
വെജിറ്റേഷൻ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെയാണ് ഇല്ലേ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഒരു 50 to 60% ഒക്കെ വെജിറ്റേഷൻ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. വേറാസ് ഗ്രീൻ കളറിന് 10% റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുള്ളൂ. പക്ഷേ ഇൻഫ്രാറെഡ് റേഡിയേഷനെ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. പ്ലാന്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പണ്ട് +2 ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ കാരണമാണ് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ പ്ലാന്റ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തു, അതിൽ ഒരു ഏരിയ വെജിറ്റേഷൻ കവറാണ്, പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വിസിബിൾ റീജിയണിലുള്ള വേവ് ലെങ്ത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നോക്കിയാൽ മതി. പക്ഷേ അത് ഏത് പ്ലാന്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ വെജിറ്റേഷൻ്റെ ഇൻഫ്രാറെഡ് റീജിയണിലുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ വേണം സ്റ്റഡി ചെയ്യാൻ. കാരണം നമ്മൾ പറഞ്ഞു ഈ ലീഫിന് ഓർ വെജിറ്റേഷന് ഇൻഫ്രാറെഡ് റീജിയണിൽ കൂടുതൽ റിഫ്ലക്ഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് അതിൻ്റെ കാരണം പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓരോ പ്ലാന്റിനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പോലെയല്ല അടുത്ത പ്ലാന്റ്. എല്ലാ ഇലകളും ഒരുപോലെയാണോ? എല്ലാ ചെടികളുടെയും ഇലകൾ ഒരുപോലെയാണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ചെടിയുടെയും ഇലകളുടെ പാറ്റേൺ ഓർ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനനുസരിച്ചിട്ടാണ് അത് എത്ര ഇൻഫ്രാറെഡ് റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷനിലുള്ള ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അത് ഏത് ടൈപ്പ് വെജിറ്റേഷൻ ആണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ, കോണിക്കൽ ട്രീസ് ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണെന്നുള്ളത് നമുക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ റിഫ്ലക്റ്റൻസ് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും. ആൻഡ് ഒരു 1.4 വരെയൊക്കെ അങ്ങനെയാണ്. 1.4 മൈക്രോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ പ്ലേ ചെയ്യുന്നത് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഈ ഇലകളിൽ പ്രസൻ്റ് ആണ്, അതിനനുസരിച്ചിട്ടാണ് 1.4 മുതൽ 2.4 മൈക്രോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തിനോട് നമ്മുടെ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇൻ ദി റേഞ്ച് ഓഫ് 0.7 to 1.3. 0.7 to 1.3 എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. പ്ലാന്റിൻ്റെ റിഫ്ലക്ഷൻ ഓൾമോസ്റ്റ് 40 to 50% ആണ്. ആൻഡ് അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് ലീഫ്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓരോ പ്ലാന്റ് സ്പീഷീസിന് ഓരോ പ്ലാന്റിനും ഓരോ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. എല്ലാ ലീഫും ഒരുപോലെയല്ല. അപ്പോൾ ഓരോ പ്ലാന്റ് ടു പ്ലാന്റ് ഡിഫറെൻറ്റ് പ്ലാന്റ് സ്പീഷീസിൻ്റെ ഇടയ്ക്ക് ഈ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്ലാവിൻ്റെ ഇല എടുത്താൽ കാണുന്നത് പോലെയാണോ ഒരു മാവിൻ്റെ ഇല എടുക്കുമ്പോൾ? അല്ലല്ലോ. അപ്പോൾ ഓരോ പ്ലാന്റിനും ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഇലകൾക്ക്. അപ്പോൾ ആ ഇലകളുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അനുസരിച്ച് അത് എത്ര എമൗണ്ട് ഇൻഫ്രാറെഡ് റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ 0.7 to 1.3 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ആ ഒരു റേഞ്ചിലുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്താൽ അത് ഏത് സ്പീഷീസ് ഓഫ് പ്ലാന്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ 1.3 മൈക്രോമീറ്റർ ഈ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? അവിടെ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് വാട്ടർ, ലീഫിലുള്ള എമൗണ്ട് ഓഫ് വാട്ടറിനാണ് അത് കാണിക്കുന്നത്. അവിടെ 1.3 കഴിഞ്ഞാൽ 1.4, 1.9 ആൻഡ് 2.7 മൈക്രോമീറ്ററിൽ എന്തുണ്ട്? ഒരു ഡിപ്പ് ഉണ്ട് അല്ലേ. 1.4, 1.7 ആൻഡ് 2.9 മൈക്രോമീറ്ററിൽ നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒരു ഡിപ്പ് ഉണ്ട്, റിഫ്ലക്ഷൻ കുറവുണ്ട്. അത് ആ ഒരു റീജിയനിലുള്ള വേവ് ലെങ്ത്തിനെ ഈ ലീഫിലുള്ള വാട്ടർ ഹൈലി അത് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, 1.4 മൈക്രോമീറ്ററുള്ള വേവ് ലെങ്ത്ത് വരികയാണെങ്കിൽ ഈ ലീഫിലുള്ള വാട്ടർ ആ 1.4 മൈക്രോമീറ്റർ ഉള്ള വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ആ 1.4ലും 1.9ലും 2.7ലും ഈ എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ കുറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1.6 മൈക്രോമീറ്ററിലും 2.2 മൈക്രോമീറ്ററിലും പീക്കും ഉണ്ട്. അവിടെ എന്താക്കുന്നുണ്ട്? ആ പ്ലാന്റ് ആ 1.6 മൈക്രോമീറ്ററും 2.2 മൈക്രോമീറ്ററും ഉള്ള വേവ് ലെങ്ത്ത് വരുമ്പോൾ അതിനെ ഹൈലി റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെജിറ്റേഷൻ്റെ റിഫ്ലക്റ്റൻസ് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
അനാലിസിസ് ചെയ്യേണ്ടത് വിസിബിൾ റീജിയണിൽ എന്ത് സംഭവിക്കുന്നു, ബ്ലൂവിനെയും റെഡിനെയും അബ്സോർബ് ചെയ്യുന്നു, ഗ്രീനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് റീജിയൻ എടുക്കുകയാണെങ്കിൽ അത് പ്ലാന്റിൻ്റെ ഇൻ്റർണൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു പാറ്റേൺ പഠിച്ചാൽ നമുക്ക് ഏത് സ്പീഷീസ് ആണെന്ന് മനസ്സിലാവും. പിന്നെ 1.3 മൈക്രോമീറ്ററിന് ശേഷം കൂടുതൽ 1.3 മൈക്രോമീറ്ററിനേക്കാൾ കൂടുതൽ വേവ് ലെങ്ത്തുള്ള വേവ്സ് വരികയാണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് പീക്ക് വരുന്നത്, എവിടെയൊക്കെയാണ് ഡിപ്പ് വരുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. നൗ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോയിൽ ഒരുപാട് കാര്യങ്ങൾ, മിനറൽസ് ഉണ്ട്, ക്ലേ ഉണ്ടാവും, സിൽറ്റ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഓരോ സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് സോയിലിൻ്റെ റിഫ്ലക്റ്റൻസ് പാറ്റേൺ പ്രഡിക്റ്റ് ചെയ്യാൻ. എത്ര എമൗണ്ട് ഓഫ് മോയ്സ്ചർ പ്രസൻ്റ് ആണ്, സോയിലിൻ്റെ ടെക്സ്ചർ, സർഫസ് റഫ്നെസ്, ഇനി അയൺ ഓക്സൈഡ് ഉണ്ടോ, ഓർഗാനിക് കണ്ടൻറ് ഉണ്ടോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. ഈ അയൺ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത, അയൺ ഓക്സൈഡ് ഉള്ള സോയിൽ എന്ന് പറഞ്ഞാൽ റെഡ് കളറിലാണ് കാണുക. കാരണം അയൺ ഓക്സൈഡ് റെഡിനെ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കും. ആൻഡ് ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലുള്ള സോയിലാണെങ്കിൽ അത് ബ്ലാക്ക് കളറിലാണ് ഓർഗാനിക് സോയിൽ മിക്കവാറും ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അത് ആ ഓൾമോസ്റ്റ് എല്ലാ എമൗണ്ടിനെയും അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട്, ഓക്കെ, എല്ലാ വേവ് ലെങ്ത്തിനെയും സോയിൽ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഓർഗാനിക് സോയിലൊക്കെ ഒരു ബ്ലാക്ക് കളർ അപ്പിയറൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്ഷൻ നമുക്ക് എപ്പോഴും ഒരുപോലെ എല്ലാ സോയിലിനും ഒരുപോലെയാണെന്ന് എടുക്കാൻ കഴിയില്ല. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സോയിലിൻ്റെ ടെക്സ്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് പ്രസൻസ് ഓഫ് സം മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു യൂണിഫോം സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നമുക്കൊരു സോയിലിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. ഈ ഒരു ഫിഗറിൽ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അത് യൂണിഫോം ആണ്. ആൻഡ് അതിൽ വേരിയേഷൻ വരെ എങ്ങനെയാണ്, ഇവിടെ എന്തെങ്കിലും വാട്ടറൊക്കെ പ്രസൻ്റ് ആണെങ്കിൽ, മോയ്സ്ചർ പ്രസൻ്റ് ആണെങ്കിൽ അതിൽ റിഫ്ലക്റ്റൻസിൽ ചേഞ്ച് വരും. അതാണ് ഇവിടെ 1.4ലും 1.9ലും 2.2ലും 2.7 മൈക്രോമീറ്ററിലും ഈ സോയിലിൻ്റെ റിഫ്ലക്റ്റൻസ് കർവ് എടുക്കുകയാണെങ്കിൽ 1.4ൽ 1.9ൽ 1.9ൽ 2.2ൽ 2.7ൽ ഇത്രയും മൈക്രോമീറ്റർ ലെങ്ത്തുകൾ വരികയാണെങ്കിൽ സോയിലിന് അവിടെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. കാരണം സോയിലിൽ മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാവും. മോയ്സ്ചർ കണ്ടൻറ് ഈ പറയുന്ന വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിന് അവിടെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കർവിനെ അനാലിസിസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതേണ്ടത്, ആദ്യം ഫിഗർ വരയ്ക്കണം, ഒരു യൂണിഫോം ആയിട്ടൊരു ഫിഗർ വരയ്ക്കുക. ഓർക്കേണ്ടത് 1.4ലൊരു ഡിപ്പ് വരണം, 1.9 മൈക്രോമീറ്ററിലൊരു ഡിപ്പ് വരണം, 2.2 മൈക്രോമീറ്ററിലൊരു ഡിപ്പ് വരണം, 2.7 മൈക്രോമീറ്ററിലും ഒരു ഡിപ്പ് വരണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എഴുതുക സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ സോയിലിലെ മോയ്സ്ചർ കണ്ടൻറ്റിനെയും സോയിലിൻ്റെ ടെക്സ്ചറിനെയും സർഫസ് റഫ്നെസ്സിനെയും അയൺ ഓക്സൈഡോ ഓർഗാനിക് കണ്ടൻറ്റോ ഉണ്ടോ എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾമോസ്റ്റ് ഒരു യൂണിഫോം റിഫ്ലക്റ്റൻസ് കർവാണ് നമുക്ക് കിട്ടുക. പക്ഷേ അവിടെ 1.4 മൈക്രോമീറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും 1.9നും 2.2നും 2.7 മൈക്രോമീറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സോയിലിൽ എന്തായാലും മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ് ഈ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ 1.4നെ 1.9നൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടെ റിഫ്ലക്ഷൻ കുറവായിരിക്കും, അത് ഓർത്ത് വെക്കുക. ആൻഡ് പിന്നെ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഓരോ സോയിലിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് എങ്ങനെയാണ് ഈ വേരിയേഷൻ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിൽ വേരിയേഷൻ വരുന്നതെന്ന് പറയണം. ഇവിടെ കോഴ്സ് സാൻഡി സോയിലാണെങ്കിൽ അവിടെ മോയ്സ്ചർ കണ്ടൻറ്റൊന്നും അധികം ഉണ്ടാവില്ല, എല്ലാം ഡ്രെയിൻഡ് ആയിട്ട് പോയിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അധികം മോയ്സ്ചർ കണ്ടൻറ് ഇല്ലെങ്കിൽ നന്നായിട്ട് അതിന് റിഫ്ലക്റ്റ് ചെയ്യാം. അല്ല, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബ്രൈറ്റ് ആയിട്ടില്ലേ, മോയ്സ്ചർ കണ്ടൻറ് ഇല്ലാത്ത സോയിൽ ബ്രൈറ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക അല്ലേ. അതെന്തുകൊണ്ടാണ്, മോയ്സ്ചർ കണ്ടൻറ് കുറവായിട്ടുള്ള സോയിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ഇൻകമിങ് സോളാർ റേഡിയേഷന്. അപ്പോൾ കോഴ്സ് സാൻഡി സോയിലാണെങ്കിൽ അവിടെ നല്ല ഡ്രെയിനിങ് ഉണ്ടാവും, വാട്ടർ അതിൽ തങ്ങി നിൽക്കില്ല, എപ്പോഴും ഡ്രെയിൻഡ് ആയിട്ട് പോവും. അതുകൊണ്ട് അവിടെ ഹൈ റിഫ്ലക്റ്റൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പ്യുവർലി ഡ്രെയിൻഡ്
സോയിലാണെങ്കിലോ, നല്ല മോയ്സ്ചർ കണ്ടൻറ്റുള്ള സോയിലാണെങ്കിൽ അതിനധികം റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതധികം ബ്രൈറ്റായിട്ട് അപ്പിയർ ചെയ്യില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ ചോദിച്ചാൽ എഴുതേണ്ടത്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വാട്ടർ. വാട്ടറിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലേ. വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മളെ വരുന്ന ഇൻകമ്മിങ് റേഡിയേഷനിലെ റെഡ് വേവ്സിനെ അത് അബ്സോർബ് ചെയ്യും, അതേപോലെ ഇൻഫ്രാറെഡ് റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യും. വിസിബിൾ സ്പെക്ട്രത്തിലുള്ള റെഡ് വേവ്സിനാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൂവിനെയും ഗ്രീനിനെയും അത് റിഫ്ലക്റ്റ് ചെയ്യിക്കും. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ബോഡിനെ ബ്ലൂ ഗ്രീൻ കളറിൽ കാണുന്നത്. റെഡിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും, ബ്ലൂവിനെയും ഗ്രീനെയും അത് റിഫ്ലക്റ്റ് ചെയ്യിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വാട്ടർ ബോഡി ബ്ലൂ ഏതിനാണോ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്, ഒരു ഒബ്ജക്റ്റ് ഏത് കളറിനാണോ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് ആ കളറിലാണ് നമ്മൾ ആ ഒബ്ജക്റ്റ് കാണുക. ഇവിടെ വാട്ടർ ബോഡി റെഡ് വേവ് ലെങ്ത്തുള്ള വേവിനെ അബ്സോർബ് ചെയ്യും, ഗ്രീനിനെയും ബ്ലൂവിനെയും റിഫ്ലക്റ്റ് ചെയ്യിക്കും. അതുകൊണ്ട് നമ്മൾ വാട്ടർ ബോഡി എന്തിൽ കാണുന്നു, ബ്ലൂ ഗ്രീൻ കളറിൽ കാണുന്നു. ആൻഡ് അതേപോലെ എടുക്കുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷനെ മുഴുവൻ വാട്ടർ ബോഡി അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് റീജിയണിൽ വാട്ടർ ബോഡിക്ക് റിഫ്ലക്റ്റൻസ് 0 ആയിരിക്കും. ആൻഡ് ഒരു വാട്ടർ ബോഡിയുടെ റിഫ്ലക്ഷൻ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഈ വാട്ടർ ബോഡിയിൽ സസ്പെൻഡഡ് മെറ്റീരിയൽ ഉണ്ടോ, അല്ലെങ്കിൽ ഷാലോ വാട്ടർ ബോഡി ആണോ എന്നുള്ളതിനൊക്കെ, ആൽഗേ ഉണ്ടോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ സസ്പെൻഡഡ് സെഡിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഒരു വാട്ടർ ബോഡിയിൽ സസ്പെൻഡഡ് സെഡിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഇൻഫ്രാറെഡ് റീജിയണിലും സം എമൗണ്ട് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാകും. കാരണം വാട്ടർ ബോഡി മാത്രമല്ലേ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇതിലുള്ള സെഡിമെൻറ്റ് എന്ത് ചെയ്യിക്കും, ഇൻഫ്രാറെഡ് റേഡിയേഷനെ സം ക്വാണ്ടിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കും. അപ്പോൾ ഒരു വാട്ടർ ബോഡി അതിൽ ഒരുപാട് സസ്പെൻഡഡ് സോയിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു വാട്ടർ ബോഡീൻ്റെ നാച്ചർ കാണിക്കുന്നതിനേക്കാളും ആ ഒരു സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാനാണ് സാധ്യത. അപ്പോൾ ഒരു ക്ലിയർ വാട്ടറും നിറയെ സസ്പെൻഡഡ് സോയിലുള്ള ഒരു വാട്ടറും നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇമേജറി എടുത്താൽ മതി. ക്ലിയർ വാട്ടർ ആണെങ്കിൽ അവിടെ ഇൻഫ്രാറെഡ് റേഞ്ചിലൊന്നും തീരെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, 0 റിഫ്ലക്ഷൻ ആയിരിക്കും. പക്ഷേ സസ്പെൻഡഡ് സോളിഡ്സ് ഒരുപാടുള്ള ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ എന്താണ്, സസ്പെൻഡഡ് സോളിഡ്സ് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്നിട്ട് സസ്പെൻഡഡ് സോളിഡ് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ, സസ്പെൻഡഡ് സോളിഡ്സ് ഒരുപാടുള്ള വാട്ടർ ബോഡി ആണെങ്കിൽ അവിടെ ഇൻഫ്രാറെഡ് റീജിയണിലും വേവ് റിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഷാലോ വാട്ടർ ആണെങ്കിൽ ഇതേ ഒരു എഫക്റ്റ് ഉണ്ടാകും. ഷാലോ വാട്ടർ ആണെങ്കിൽ വേവ് വന്ന് ഈ വാട്ടർ ബോഡിയുടെ ബെഡിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ ബെഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുക ഒരു വാട്ടർ ബോഡിയുടെ റെസ്പോൺസിനേക്കാളും. അതേപോലെ ആൽഗേ പ്രസൻ്റ് ആണെങ്കിൽ ആൽഗേ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോറോഫിൽ ഉണ്ടാവുമല്ലോ ആൽഗയിൽ. അപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ ആൽഗേ പ്രസൻ്റ് ആണെങ്കിൽ ആ ഒരു വാട്ടർ ബോഡീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതിനേക്കാളും ഈ ഒരു ക്ലോറോഫിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൽഗയുടെ ഒരു റിഫ്ലക്ഷൻ പാറ്റേൺ ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് വാട്ടർ ബോഡിയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് 0.4 മുതൽ ഒരു 1.1 വരെയൊക്കെ ഇത് വാരി ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ 1.1ൻ്റെ മേലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് വരിക. ഇൻഫ്രാറെഡ് റേഡിയേഷന് 0 സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ് വാട്ടർ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ 0 റിഫ്ലക്റ്റൻസ് ആണ് വാട്ടർ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വാട്ടർ ബോഡിയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ വിസിബിൾ സ്പെക്ട്രം മാത്രം നോക്കിയാൽ മതി. അങ്ങോട്ടേക്ക് 0 ആണല്ലോ. ഇവിടെ 3-4 പീക്ക് ഉണ്ട് അല്ലേ. ഒന്നിൽ 25 എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ 50 എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ 100 എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ 200 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ടോട്ടൽ സോളിഡ്സ് പ്രസൻ്റ് ആണ്. അതായത് ക്ലിയർ വാട്ടർ അല്ല, അതിൽ എന്തുണ്ട്, ടോട്ടൽ സോളിഡ്സ് ഉണ്ടല്ലോ. മഴക്കാലത്തൊക്കെ വെള്ളം പോലെ നിറയെ ചെളിയും മണ്ണും ഒക്കെയുള്ള വെള്ളം പോലെയാണ്. അപ്പോൾ 25 എന്ന് എഴുതിയ കർവ് എന്ന് പറയുന്നത് കുറച്ച് എമൗണ്ട് സസ്പെൻഡ് സോളിഡ് ഉള്ളത്. 50 എന്ന് പറയുന്നത് 50 mg/L സസ്പെൻഡ് സോളിഡ് ഉള്ളതാണ്. 100 എന്ന് എഴുതിയിരിക്കുന്നത് 100 mg/L സസ്പെൻഡ് സോളിഡ് ടോട്ടൽ സോളിഡ് പ്രസൻ്റ് ആണെങ്കിലുള്ള വാട്ടർ ബോഡിയുടെ റിഫ്ലക്റ്റൻസ് ആണ്. ആൻഡ് 200 എന്ന് പറഞ്ഞാൽ 200 mg/L സസ്പെൻഡ് സോളിഡ്സ് ഉള്ള ഒരു വാട്ടർ ബോഡിയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും എമൗണ്ട് ഓഫ് സോളിഡ്സ് വാട്ടറിൽ എമൗണ്ട് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എത്ര മണ്ണും ചെളിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ എമൗണ്ട് ഓഫ് സോളിഡ് കൂടുന്തോറും റിഫ്ലക്ഷൻ കൂടുന്നുണ്ട്. കാരണം എന്താ, വാട്ടർ ബോഡിക്ക് ചെറിയ റിഫ്ലക്ഷനേ ഉള്ളൂ, അധികമൊന്നും റിഫ്ലക്റ്റ് ചെയ്യില്ല വാട്ടർ ബോഡി. പക്ഷേ
ഇതിലേക്ക് ചെളിയും മണ്ണൊക്കെ വരുമ്പോൾ ആ ചെളിയും മണ്ണൊക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇൻകമിങ് റേഡിയേഷനെ ചെളിയും മണ്ണൊക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. സോയിലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ചെളിക്കും മണ്ണിനൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് സോളിഡ്സ് കൂടുമ്പോൾ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കും ഇൻകമിങ് റേഡിയേഷനെ. അതുകൊണ്ടാണ് എമൗണ്ട് ഓഫ് സോളിഡ്സ് കൂടുമ്പോൾ റിഫ്ലക്ഷനും കൂടുന്നത്. 200 മില്ലിഗ്രാം പെർ ലിറ്റർ ഒക്കെ സോളിഡ് ഉണ്ടാകുന്ന സമയത്ത് നോക്കുക, ഒരു 30 to 40% റേഞ്ചിലാണ് റിഫ്ലക്ഷൻ വരുന്നത് അല്ലേ. ഒരു ക്ലിയർ വാട്ടർ ആണെങ്കിൽ അത്രയൊന്നും വരില്ല, ഒരു 2% റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു 3% റിഫ്ലക്ഷൻ ഒക്കെ ഒരു ക്ലിയർ വാട്ടറിന് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹൈ റിഫ്ലക്ഷൻ ഒരു വാട്ടർ ബോഡി ഹൈ റിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നന്നായിട്ട് സെഡിമെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് നമുക്ക് മനസ്സിലാക്കാം, ക്ലിയർ വാട്ടർ അല്ല. അപ്പോൾ ഒരു വാട്ടർ ബോഡിയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ കുറവാണ്, 2 to 3% റിഫ്ലക്ഷനേ ഉള്ളൂ എങ്കിൽ അതൊരു ക്ലിയർ വാട്ടർ ആണ്. 30 to 40% ഒക്കെ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ഹൈലി സസ്പെൻഡ് മാറ്റേഴ്സ് ഉള്ള ഒരു വാട്ടർ ബോഡിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പാറ്റേൺ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാ 3 കർവും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വാട്ടർ ബോഡി, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വെജിറ്റേഷൻ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. ഇനി അതിനെപ്പറ്റി എഴുതാനും പഠിക്കണം. എവിടെയൊക്കെയാണ് പീക്ക് വരുന്നത്, എവിടെയൊക്കെയാണ് ഡിപ്പ് വരുന്നത്, ഡിപ്പ് എന്ന് പറഞ്ഞാൽ താഴ്ച, പിന്നെ എവിടെയാണ് സീറോ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെയൊക്കെ കാരണം. വെജിറ്റേഷനൊക്കെ ആണെങ്കിൽ ക്ലോറോഫിലിൻ്റെ പ്രസൻസിനെ പറ്റി പറയണം, ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റി പറയണം, പിന്നെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ പറയണം. പിന്നെ സോയിലാണെങ്കിൽ അതേപോലെ ഓർഗാനിക് സോയിലാണെങ്കിൽ എങ്ങനെ, അയൺ ഓക്സൈഡ് ആണെങ്കിൽ എങ്ങനെ, അതിൻ്റെ ടെക്സ്ചർ വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊക്കെ പറയണം. വാട്ടർ ബോഡി ആണെങ്കിൽ ക്ലിയർ വാട്ടർ എങ്ങനെയാണ്, സോളിഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. എപ്പോഴും ചോദിക്കുകയാണ്, ഇതില്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങൂല. ഓക്കെ.